ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. പൊതുവെ ഒരു തമാശക്ക് പറയാറുണ്ട്, കാലങ്ങൾ എത്ര മാറിയാലും മനുഷ്യൻ ചന്ദ്രനിലും പല സ്ഥലങ്ങളിൽ പോയാലും ഒരു കാര്യത്തിൽ മാത്രം മാറ്റം ഉണ്ടാവില്ല. വേറൊന്നുമല്ല, അമ്മായിയമ്മ മരുമകൾ പോരും. അപ്പോൾ ആ വിഷയത്തിനെ പറ്റി തന്നെയാണ് ഇന്നത്തെ ചർച്ച. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരുപാട് റീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി നീണ്ട ഒരു പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ക്ഷമയോടെ കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു. അത് ഒരുപാട് പേർക്ക് ഉപകാരമാവും. അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന്, അമ്മായിയമ്മമാരെ കൊണ്ട് മരുമകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. രണ്ട്, മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറി ഇന്ന് ചർച്ച ചെയ്യാം. അമ്മായിയമ്മമാരെ കൊണ്ട് മരുമക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് പല പെൺകുട്ടികളും കല്യാണത്തിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥയുണ്ട്. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ. അതിനൊരുപാട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എഡ്യൂക്കേഷൻ, പഠിക്കണം എന്നുള്ള ചിന്ത. മറ്റൊരു കാരണമായി തോന്നിയത് ഈ അമ്മായിയമ്മമാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഏതുമാവട്ടെ, ഈ അമ്മായിയമ്മമാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ആദ്യം നോക്കിയിട്ട് ശേഷം അതിൻ്റെ കാരണങ്ങളിലേക്ക് പോവാം. ഞാൻ പല കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കേട്ട ചില അനുഭവങ്ങൾ പറയാം. അതിലൊന്ന്, ഒരു വീട്ടിൽ ഒരുപാട് പണികൾ എടുത്തിട്ട് തീരുന്നില്ല. അപ്പോൾ അവസാനം ഈ ഭാര്യയോട് അനുകമ്പ തോന്നിയിട്ട് ഭർത്താവ് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ഉമ്മ പ്രഖ്യാപിക്കുകയാണ്, വാഷിംഗ് മെഷീൻ ഇവിടെ വേണ്ട, മാത്രവുമല്ല ഇവിടെ കൈകൊണ്ട് അലക്കാനുള്ളതേ ഉള്ളൂ, മാത്രവുമല്ല കൈകൊണ്ട് അലക്കിയാലേ വൃത്തിയാവും, അതുകൊണ്ട് വാഷിംഗ് മെഷീൻ വേണ്ട എന്ന് പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്തു. യഥാർത്ഥത്തിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ മരുമകൾക്ക് പണി കുറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ആ വാഷിംഗ് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ത്രീക്കും ഉപകാരം കിട്ടും. പക്ഷേ എനിക്ക് ഉപകാരം കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഈ മരുമകൾ ബുദ്ധിമുട്ടുന്നത് ഒട്ടും കുറയണ്ട എന്ന ചിന്തയാണ്. ഇനി മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം. മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു 3 മാസം പ്രായമുള്ളൊരു ചെറിയ കുഞ്ഞുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വിഷമം കണ്ടപ്പോൾ അല്ലെങ്കിൽ അടുക്കളയിലെ പ്രയാസം കണ്ടപ്പോൾ ഹസ്ബൻഡും കൂടി സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അടുക്കളയിലെ പണിയിൽ സപ്പോർട്ട് ചെയ്തു. വലിയ സപ്പോർട്ടൊന്നുമല്ല, ഉള്ളി അടക്കമുള്ള ചെറിയ കാര്യങ്ങൾ മുറിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് ഈ അമ്മായിയമ്മ, അതായത് ഇവൻ്റെ ഉമ്മ കയറി വന്ന് ഒറ്റ ചോദ്യം, നീ എന്താണല്ലേ, നിനക്കെന്താ ഇവിടെ കാര്യം, മാത്രമല്ല ഇവിടെ ഇവൾക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ, വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അയാളെ ഓടിച്ചു. മാത്രമല്ല ഈ സ്ത്രീ ഒട്ടും ഹെൽപ്പ് ചെയ്തുമില്ല. അതായത് ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തമാശയാവും, പക്ഷേ ഇത് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം. അതായത് ബെന്യാമിൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നാം അറിയാത്ത ജീവിതങ്ങൾ നമുക്ക് കെട്ടുകഥകൾ തന്നെയാണ്. ഏതുമാവട്ടെ, ഇതിന് കാരണങ്ങളുണ്ട്, ചില ശക്തമായ കാരണങ്ങൾ. അതിലേക്ക് പോകാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഹസ്ബൻഡിൻ്റെ, അതായത് ഭർത്താവിൻ്റെ വിധേയത്വം. ഭർത്താവിന് ഉമ്മയുമായിട്ട് ശക്തമായ വിധേയത്വം ഉണ്ടാവും. ചെറുപ്പത്തിൽ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരവസ്ഥ. പ്രത്യേകിച്ച് ഹസ്ബൻഡൊന്നും നാട്ടിലില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ മരിച്ചു പോകുന്ന സാഹചര്യത്തിലൊക്കെ ഈ സ്ത്രീ തന്നെയായിരിക്കും കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉമ്മയോട് അമിതമായ വിധേയത്വം ഉണ്ടാവും. അങ്ങനെ വിധേയത്വമുള്ള മക്കൾ എന്ത് ചെയ്യും? മരുമക്കളെ പരിഗണിക്കൂല. ഉമ്മ എന്തു പറയുന്നു അതാണ് ലാസ്റ്റ് വേർഡ്. മാത്രവുമല്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഉമ്മ എല്ലാ കാര്യത്തിലും ഇടപെടും. പ്രത്യേകിച്ച് ഈ ബെഡ്റൂമിലൊക്കെ ഇയാൾ പോകണമെങ്കിൽ, ഹസ്ബൻഡ് പോകണമെങ്കിൽ 10 മണി 11 മണിയൊക്കെ ആവണം. അതിനു മുമ്പ് കയറുമ്പോൾ നീ എന്താ പെൺകോന്ത, നീ ഇപ്പോൾ കയറുന്നതിനാ, അല്ലെങ്കിൽ ഈ പെണ്ണിനെ പോകാൻ സമ്മതിക്കില്ല. പെണ്ണിനോട് പറയും ഇവിടെ ഒരുപാട് പണിയില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കോ. അപ്പോൾ ഇവർക്ക് സ്വൈര്യമായി സംസാരിക്കാനോ ഇടപെടാനോ അവസരം ഉണ്ടാവില്ല. ചിലപ്പോൾ ഇവർ തമ്മിൽ ടൂർ പോകുമ്പോൾ ഇവരും കയറി വരും, ഞാനും വരുമെന്ന് പറഞ്ഞിട്ട് ഇവരെ ടൂറിന് പോയിട്ട് കൊളാക്കും. ഇവരെ തനിച്ചിരുന്ന് സംസാരിക്കാനുള്ളൊരു സ്പേസ് സ്വന്തം വീട്ടിൽ പോലും കൊടുക്കൂല. ഇതൊക്കെ പറയുമ്പോൾ അത്ഭുതകരമായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, അതായത് അമിതമായ വിധേയത്വം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ആണ്. അതായത് ഒരു അമിതമായ ശ്രദ്ധ ആകർഷിക്കൽ. പ്രത്യേകിച്ച് ഈ കല്യാണം കഴിയുന്നതോടെ ഈ അമ്മായിയമ്മ അതേപോലെ മരുമകൾ ഇവർക്ക് തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാവും. എന്താണ് ഫൈറ്റ്? ഈ മകൻ കൂടുതൽ പരിഗണിക്കേണ്ടത് തന്നെയാണ്. ഞാനാണ് ഇവനെ പോറ്റി വളർത്തിയത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിനാണ് കൂടുതൽ വില കൽപ്പിക്കേണ്ടതെന്ന് ഈ ഉമ്മയും, അതേപോലെ തന്നെ എൻ്റെ വാക്കിനാണ്, ഞാനാണ് ഭാര്യ, എൻ്റെ വാക്കിനാണ് കൂടുതൽ വില കൽപ്പിക്കേണ്ടതെന്ന് ഈ പെണ്ണും തീരുമാനിക്കും. അങ്ങനെ അതിനു വേണ്ടി ഒരു ഫൈറ്റിംഗ് ആയിരിക്കും. ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇവർ പല കാര്യങ്ങളും ചെയ്യും. അതിലേറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ പരസ്പരം കുറ്റം പറയും. പ്രത്യേകിച്ച് ഇത്തരം കുറ്റം പറച്ചിൽ ഇന്ന് നിലവിൽ വിജയിക്കുന്നത് കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ അമ്മായിയമ്മമാർ തന്നെയാണ്. മരുമകളെ പറ്റി ഒരുപാട് പരദൂഷണങ്ങൾ പറയും. ഒരു പണിയെടുക്കുന്നില്ല, താൻ തോന്നിയാണ്, അങ്ങനെ പല കാര്യങ്ങളും. ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യും? ഈ ഭാര്യയെ കുറ്റപ്പെടുത്തും. അതോടെ ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ തുടങ്ങും. പ്രത്യേകിച്ച് ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധങ്ങൾ അകലാൻ തുടങ്ങും. ഈ അകലാൻ തുടങ്ങുമ്പോൾ ഈ സ്ത്രീക്ക്, അതായത് ഈ ഉമ്മയ്ക്ക് വിഷമമുണ്ടാവോ? ഇല്ല. അവർ വിചാരിക്കുന്നത് ഡൈവോഴ്സായിട്ട് പോയാലും പ്രശ്നമില്ല, ഓളെ കൊണ്ട് ശല്യം തീരുമല്ലോ. പണ്ടൊരു മലയാളത്തിൽ ചൊല്ലുണ്ട്, മോൻ മരിച്ചാലും വേണ്ടില്ല, മരുമോളെ കണ്ണീര് കണ്ടാൽ മതി. ഈ അവസ്ഥയിലേക്ക് അവർ ചിന്തിക്കും. ഇതാണ് രണ്ടാം ഘട്ടം. ഇനി മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇവർക്ക് ഈ
ഉമ്മക്ക് അല്ലെങ്കിൽ ഉപ്പക്ക് ഒരുപാട് സ്വത്തുണ്ടാവും. ഈ സ്വത്തിൽ മോന് കണ്ണുണ്ടാവും. അതായത് ഉമ്മയെ പ്ലീസ് ചെയ്തില്ലെങ്കിൽ ഈ സ്വത്തൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഇവൻ എന്ത് ചെയ്യും, മാക്സിമം ഉമ്മാക്ക് സപ്പോർട്ട് ചെയ്യും. ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഉമ്മ ഇവൾക്കെതിരെ എന്തൊക്കെ പറയുന്നു അതൊക്കെ നടപ്പിലാക്കും. കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും, വീട്ടിലിരുത്തണം എന്ന് പറഞ്ഞാൽ വീട്ടിലിരുത്തും. എന്തും ഉമ്മ എന്ത് പറയുന്നു അതുപോലെ അനുസരിച്ച് പ്രവർത്തിക്കും. അതായത് ഇവനെ സംബന്ധിച്ച് ഉമ്മയെ പിണക്കാൻ പാടില്ല, ഉമ്മയെ പിണക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന ചിന്ത. നേരെ മറിച്ച് ആ സമയത്ത് വൈഫ് അകന്നിട്ടുണ്ടാവും, അതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നീട് ഡൈവോഴ്സിലേക്ക് എത്തുമ്പോഴായിരിക്കും അവൻ്റെ തലയിൽ ബുദ്ധി ഉദിക്കുന്നത്. അപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടാവും. ഇതാണ് മൂന്നാമത്തെ റീസൺ. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യാൻ അറിവില്ലാത്തതുകൊണ്ടാണ്. അതായത് ഇവർ തമ്മിൽ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഉമ്മയും മക്കളും തമ്മിൽ തന്നെ പ്രശ്നമുണ്ടാവും. പിന്നെ അല്ലേ ഉമ്മയും മരുമകളും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ സമയത്ത് ഇവന് ബാലൻസ് ചെയ്യാൻ അറിയണം. അതായത് രണ്ട് ഭാഗത്ത് നിൽക്കാണ്ട് സോൾവ് ചെയ്യാൻ, ഈ അവരെ രണ്ടുപേരും സൂചിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കൂടെ നിർത്താൻ പറ്റണം. പക്ഷേ ഇവന് പറ്റൂല. ഇവൻ എന്ത് ചെയ്യും, വൈകാരികമായിട്ട് ആരാണ് കൂടുതൽ പറയുന്നത് അല്ലെങ്കിൽ ശക്തിയുക്തം പറയുന്നത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ബോധ്യപ്പെടുത്തുന്നത്, അവരുടെ കൂടെ നിൽക്കും. ഉമ്മയാണ് ബോധ്യപ്പെടുത്തുന്നെങ്കിൽ ഉമ്മയുടെ കൂടെ നിൽക്കും. അങ്ങനെ ഭാര്യ എതിർക്കും. നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെ ഇവർ തമ്മിൽ ശത്രുക്കളാവാൻ പ്രധാനപ്പെട്ട കാരണം ഇവനായിത്തീരും. ഇവൻ തന്നെ ഇവർ തമ്മിൽ അകറ്റും. അതൊരു കാരണമാണ്. ഇനി അഞ്ചാമത്തെ കാരണത്തിൽ പോവുകയാണെങ്കിൽ എക്സ്റ്റേണൽ ആയ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. വേറെ ആരുമല്ല, നാത്തൂന്മാർ. അവർ ചിലർ വീട്ടിൽ തന്നെ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ് വന്നവരുണ്ടാവും, കല്യാണം കഴിയാതെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് എപ്പോഴെങ്കിലും വരുന്നവരുണ്ടാവും. അവർ വന്നിട്ട് ഈ ഉമ്മയുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് ഇവൾക്കെതിരെ ആഞ്ഞടിക്കും. ഉമ്മ വന്നിട്ട് അവരോട് സങ്കടങ്ങൾ പറയും, ഇവൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനെയൊക്കെ. മിക്കപ്പോഴും മരുമക്കളെ പറ്റി മോശം അഭിപ്രായം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇവരോട് പറയും. ഇവരത് വലിയ സംഭവമായിട്ട് കേൾക്കും. കാരണം സ്വന്തം ഉമ്മ ഇവളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർ വിശ്വസിച്ച് അവരിടപെടും. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ ഭൂകമ്പമായിട്ട് മാറും. പിന്നെ ഒരു ഹസ്ബൻഡിനും അത് ഇടപെട്ട് ശരിയാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലെത്തും. അതാണ് അഞ്ചാമത്തെ കാരണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളാവും. പ്രത്യേകിച്ച് ഞാൻ ഈ അടുത്തൊരു സ്റ്റാറ്റസ് കണ്ടിരുന്നു. ആ സ്റ്റാറ്റസിൽ പറയുന്നത് ഇങ്ങനെയാണ്: പെൺമക്കൾ സ്വന്തം വീട്ടിൽ എത്ര ഉറങ്ങിയാലും ഒരു പ്രശ്നമില്ല, പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഇടുത്തി വീഴുന്ന പോലെയാണ്. ഒരു തമാശക്കാണെങ്കിൽ അതിന് സീരിയസ്നെസ് ഉണ്ട്. ഇപ്പോൾ സ്വന്തം വീട്ടിലൊരു പെൺകുട്ടി ഉറങ്ങി കുറേ വൈകിയാൽ പോലും അവൾക്കറിയാം ഉമ്മ തെറി പറയും, ചിലപ്പോൾ അടിക്കും, ചീത്ത പറയും, കുറ്റപ്പെടുത്തും. എന്നാലും ഒരു ഉൾഭയമോ ഒരു ടെൻഷനോ ഒരു വിഷമോ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഹസ്ബൻഡ് വീട്ടിൽ ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നൊരു ആന്തൽ, ഒരു വിഷമം, ഒരു ടെൻഷൻ, ഒരു തീ കത്തൽ, ഒരു അവസ്ഥ, ഒരു അസ്വസ്ഥത ഉണ്ടാവും. എന്തോ പ്രത്യേകിച്ച് അമ്മായിയമ്മ എന്തോ പറയും, എന്നെ കുറ്റപ്പെടുത്തും, എന്നെ മറ്റുള്ളവരെ പറ്റി മോശപ്പെടുത്തും എന്ന ചിന്ത. ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ പേടി ഉണ്ടാവും. കാരണം എന്താ, സ്വന്തം വീട് പോലെ അവർക്ക് ഫീൽ ചെയ്യൂല. എപ്പോഴും ഒരു വല്ലാത്തൊരു കൂട്ടിലിട്ടൊരു പക്ഷീൻ്റെ ഫീലിംഗ് ആയിരിക്കും. ഒരു വല്ലായ്മ അവർക്ക് ഫീൽ ചെയ്യും. കാരണം ആ വീട്ടിലൊരു കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യൂല. ഒരു വല്ലാത്ത അവസ്ഥ, സ്വന്തം വീട് പോലെ ഫീൽ ചെയ്യൂല. ആ വീട് പോലെ ആക്കേണ്ടവരാണ് ഈ അമ്മായിയമ്മ, നാത്തുമാർ, അതേപോലെ ഹസ്ബൻഡ്. അവരൊക്കെ ഇതിനെതിരായിരിക്കും. മിക്കവാറും ഈ അമ്മായി അച്ഛനും അല്ലെങ്കിൽ അമ്മായി ഉപ്പ അടക്കം ഈ അവസ്ഥയിലായിരിക്കും. ശക്തമായി എതിർക്കുന്ന, വെറുപ്പിക്കുന്ന സ്വഭാവമായിരിക്കും. ഈ വിഷയത്തിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം പുറത്ത് നിന്നവർ വന്നൊരു പെൺകുട്ടിയാണ്, നമ്മുടെ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല, നമ്മുടെ വീട്ടിലെ ഒരു നിയമങ്ങളൊന്നും അറിയില്ല. ഇവിടേക്ക് എത്തി പൊരുത്തപ്പെടാൻ ഒരുപാട് സമയം എടുക്കും. ആ സമയം എടുക്കേണ്ടതും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ നിങ്ങളാണ്. നിങ്ങൾ തന്നെ കുറ്റപ്പെടുത്തി നിങ്ങൾ തന്നെ അകറ്റുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതെന്തിലേക്ക് നയിക്കും? ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കും. ചില സ്ത്രീകളൊക്കെ ചിന്തിക്കുന്നത്, എന്നെ ഹസ്ബൻഡ് മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, എന്നെ തള്ളിക്കളയുന്നു, ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും മരിച്ചാൽ നല്ലതെന്ന് ചിന്തിച്ച് നീറി കഴിയുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അത്തരം സ്ത്രീകളായി നിങ്ങളെ ഭാര്യമാർ മാറരുത്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്കെല്ലാം അറിയാം, നമ്മളെ ഭാര്യയുടെ ശരീരമൊക്കെ നമുക്കറിയാം. പക്ഷേ അവളുടെ മനസ്സ്, അവളുടെ മനസ്സിൻ്റെ ചിന്താഗതി, അവളുടെ വിഷമങ്ങൾ, ഇതൊന്നും തിരിച്ചറിയാൻ മിക്ക ഭർത്താക്കന്മാർക്കും കഴിയില്ല. ഇങ്ങനെ ആവുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, ഇനി വരുന്ന പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാതാവും. പല സ്ത്രീകളും പല പെൺകുട്ടികളും കല്യാണം വേണ്ട എന്നൊരു തത്വത്തിലേക്ക് എത്തും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കല്യാണത്തിനെ വെറുപ്പിക്കുന്ന, കല്യാണം വേണ്ട എന്ന് പറയുന്ന ഒരു മോഡേൺ ലോകത്തിലേക്കാണ് പോകുന്നത്. അത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഉൾപ്പോര് ഒന്നും കൂടി ഇത്തരം കാര്യങ്ങൾ വഷളാക്കും. ഏതുമാവട്ടെ, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഉടൻ തന്നെ നല്ലൊരു ഫാമിലി കൗൺസിലറെ സപ്പോർട്ട് തേടുക. അവർക്ക് ഈ വിഷയത്തെ കൃത്യമായി പഠിച്ച് നല്ലൊരു തീരുമാനം പറയാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും കഴിയും. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.